എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെജിറ്റബിളാണ് ഇത്, ഈ പാവയ്ക്ക എന്ന് പറയുന്നത് കേട്ടോ. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലേ ഈ പാവയ്ക്കയുടെ കൃഷി ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് പാവൽ കൃഷി ഉണ്ടായിരുന്നു. അത് നമുക്ക് ആവശ്യത്തിനും പിന്നെ വിൽക്കാനും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നേ. അന്നൊക്കെ ഇത് പറിക്കാനായിട്ട് സ്കൂൾ കഴിഞ്ഞൊക്കെ വരുമ്പം എന്നെയൊക്കെ കൂട്ടുമായിരുന്നു. ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ കൂടി, അച്ചായൻ്റെ കൂടെ കൂടി ഇതൊക്കെ ഇങ്ങനെ പറിക്കാനൊക്കെ ആയിട്ട് കൂടും. പിറ്റേ ദിവസം രാവിലെ ചന്തയിലൊക്കെ കൊണ്ടുപോകേണ്ടതല്ലേ. അതിന് അത് പാവയ്ക്കായ്ക്ക് നല്ല വെള്ള നിറമുള്ള പാവയ്ക്ക കേട്ടോ, അധികം കയ്പൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ പാവയ്ക്ക കണ്ടില്ല, ഇത് നമുക്ക് ഇച്ചിരി കറുത്ത പച്ച പാവയ്ക്ക, ഇതിന് ഇച്ചിരി കയ്പുണ്ട്. മറ്റേ പാവയ്ക്കായ്ക്ക് കയ്പൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. അതിനകത്ത് നമ്മൾ ഈ പാവയ്ക്ക തോരനൊക്കെ വെക്കുമ്പോഴേ ഒത്തിരി തേങ്ങ ഒന്നും ഇടുന്നത് എൻ്റെ അച്ഛന് ഇഷ്ടമില്ലായിരുന്നു. ഇച്ചിരി കയ്പ് നല്ലതാണ് പാവയ്ക്കായുടെ എന്നും പറഞ്ഞ്. എന്നിട്ട് അതിനകത്തുനിന്ന് ഈ അരിയുണ്ടല്ലോ, നല്ല മൂത്ത അരിയാണെങ്കിൽ അത് കളയിപ്പിക്കത്തില്ല ഞാനൊക്കെ. അമ്മയെ അത് ഇടുക, അത് കടിക്കാനൊക്കെ നല്ല ടേസ്റ്റല്ലേ. ഇത് എവിടെ കണ്ടാലും നമ്മൾ ചെറുപ്പം മുതലേ പാവയ്ക്കൊക്കെ കഴിച്ച് ശീലിച്ചാണെങ്കിലും ഇപ്പോഴും ഈ പാവയ്ക്ക കാണുമ്പോൾ ഒരു ഭയങ്കര അട്രാക്ഷനാണ്. ഈ പാവയ്ക്ക എവിടെ കണ്ടാലും ഓടി ചെന്ന് വാങ്ങിക്കും. ആ നാട്ടിലാണേലും ഇവിടെ ആണെങ്കിലും ഈ പാവയ്ക്ക പ്രിയരാണേ. നല്ല രസമാണ് ഇത്. ഞാനിപ്പോൾ ഇച്ചിരി പാവയ്ക്ക തോരൻ വയ്ക്കാമെന്നും കണ്ട് അരിവ നമുക്ക് നല്ല ഫ്രഷ് തേങ്ങ ഒക്കെ ഇട്ടിട്ട് പാവയ്ക്ക തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ അത് മെഴുക്കുരട്ടിയും വെക്കാം, നല്ലതാണ്. രണ്ടും നല്ലതാണ്. പാവയ്ക്ക മെഴുക്കുരട്ടി അതെ, പാവയ്ക്ക തോരനും അതെ. ഇച്ചിരി അരിഞ്ഞെടുക്കാൻ ഇച്ചിരി വിഷമമാണെന്നേ ഉള്ളൂ. നല്ല മൂർച്ചയുള്ള പിച്ചാത്തിയൊക്കെ വേണം. ഇങ്ങനെ അരിയുമ്പോൾ ഉണ്ടല്ലോ നാട്ടിലേക്ക് അങ്ങ് ഓടിപ്പോവാണേ. അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും ഒക്കെ അടുക്കലേക്ക് ഇങ്ങനെ അങ്ങ് പോവാം. എന്നിട്ട് പാവയ്ക്ക ഇങ്ങനെ പറിച്ച് പിറ്റേ ദിവസം രാവിലെ ചന്തയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നതും, എന്നിട്ട് അതിൻ്റെ ആ പാവയ്ക്കയുടെ നിറവും എല്ലാം ഇങ്ങനെ എൻ്റെ മനസ്സിൽ കൂടെ അങ്ങ് ഓടുക കേട്ടോ. അന്നേരം എനിക്കിപ്പം ഇത് അരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇതേക്കുറിച്ച് ഇച്ചിരി പറഞ്ഞൊരു വീഡിയോ എടുക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ബായ്.